എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കാം. കട്ട്ലറ്റിനൊക്കെ ഉള്ള പോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ ക്രിസ്പി ആയിട്ടിരിക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾ ഒരു 4 എടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്തിട്ടത് ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അധികം ആവരുത്. 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്താൽ വെള്ളത്തിൻ്റെ അംശം കൂടും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സബോള ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. ഇത് നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ നല്ല മിനുസമുള്ള അരിപ്പൊടിയാണ്. ഇതിൽ കോൺഫ്ലവർ ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ചേരുമ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാനിതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ നിറത്തിലായിട്ട് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്